ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മുത്തപ്പൻപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഈ വന്യമൃഗ ശല്യം തടയുന്നതിന് വേണ്ടി ഇവിടുത്തെ ആളുകൾ വികസിപ്പിച്ചെടുത്തൊരു പുതിയൊരു മാർഗ്ഗമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം കേരളത്തിൽ ആവശ്യമുള്ളൊരു വസ്തുവാണിത്. വളരെ സിമ്പിളായിട്ടാണ് ഇവർ സിസ്റ്റം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാ, രണ്ട് സൈഡിലേക്കും കമ്പി വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു കല്ല് തൂക്കിയിട്ടേക്കാണ്. അപ്പം ഈ ആന വന്നിട്ട് ഈ വാഴത്തോട്ടാണിത്. ആന വന്നിട്ട് ഈ കേബിള് തട്ടിയിട്ട് ഈ വാഴ പറിക്കാൻ നോക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ കല്ല് വീണിട്ട് നമുക്ക് ഒച്ചപ്പാടും ഒച്ച വെക്കും, പടക്കം പൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് വീടിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മൾ കാവലിരിക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ സിസ്റ്റം ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സന്തോഷ് ചേട്ടനാണ്. പുള്ളീൻ്റെയാണ് ഈ വാഴക്കൃഷി. അപ്പം പുള്ളി നമുക്ക് വിശദീകരിച്ച് തരും എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. സന്തോഷ് ചേട്ടാ, അതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി? ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ സാധനം. നമ്മൾ കാലിങ്ങനെ നാട്ടിട്ടുണ്ട് സൈഡിൽ കൂടെ. അപ്പം ഈ കമ്പിയിലമാലാണ്, ഈ കമ്പിമേലാണ് ഇതിൻ്റെ പരിപാടി മൊത്തമുള്ളത്. അതായത് ഇതൊരു കെണിയാണ് ശരിക്കും, സത്യം നിങ്ങൾക്ക് അറിയാം. ഇത് കാണിച്ചു. അതായത് ഈ കമ്പി വലിക്കുമ്പോൾ ഈ മുകളിലത്തെ എന്താ ഇപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കമ്പിക്ക്, അല്ല കല്ലിന്. അതാ ഇതുണ്ടോ, കമ്പി വലിക്കുമ്പോൾ ഇതങ്ങ് വലിഞ്ഞു പോകും. ആന വന്ന് ഈ കമ്പിയിൽ ഇങ്ങനെ തട്ടി ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ഇതങ്ങ് ഓട്ടോമാറ്റിക് മാറും. ഇപ്പറേ സൈഡിൽ ഇതേപോലെ ഉണ്ട്, ഇപ്പറേ സൈഡിലേക്കും വലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലെ കമ്പ് മാറും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അടിയിലുള്ള സെറ്റപ്പ്? അടിയിലുള്ള പരിപാടി നോക്കിയാൽ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം. ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമുള്ള ഒരു സംഭവം അല്ലേ? നമ്മുടെ പടക്കത്തിൻ്റെ മരുന്നാണ്. പടക്കത്തിൻ്റെ മരുന്ന് അതിലിട്ടിട്ട് നല്ല ഉറച്ച കല്ലിടുക. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലത്തെ കല്ലെടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് അത് മഴ മഞ്ഞൊക്കെ നമ്മൾ ഇവിടെ മഞ്ഞുള്ള സ്ഥലങ്ങളാണ്. അപ്പം രാത്രിയിൽ മഞ്ഞൊക്കെ വേണം പൊട്ടൂല. ഇങ്ങനെ പൊട്ടാൻ അതിൻ്റെ മുകളിൽ ഇതേപോലെ രണ്ട് ഇത്തരം വെയിറ്റുള്ള കല്ല് ഇതിൻ്റെ മുകളിലേക്ക് വന്ന് വീഴുമ്പോൾ അവിടെ ഉള്ളിൽ ഇത് സ്പാർക്കാവും. അങ്ങനെ അത് പൊട്ടും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ. പൊട്ടിച്ച് റീഫില്ലിൽ നിന്ന് കാണിക്കണം, അതുപോലെ തന്നെ പൊട്ടുന്നതും കാണിക്കാം. അപ്പം പൊട്ടിച്ച് നോക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇത് വലിക്കുക. അപ്പോൾ ആനയല്ലോ, തൽക്കാലം ഞാനിത് വലിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റം കാണിച്ച് തരാൻ പോവാണ് സന്തോഷ് ചേട്ടൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന്. ഓക്കെ, ഞാനത് ഇത് വലിക്കാൻ പോവാം. നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി. സൗണ്ട് ഉണ്ടാവും അത്യാവശ്യം. ഓക്കെ, ഞാൻ ആ കമ്പൊക്കെ മാറ്റാൻ പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിലുള്ള എല്ലാ കർഷകരിലേക്കും എത്തി അവർക്ക് ഉപയോഗപ്രദമാവുള്ളൂ. ഓക്കെ, താങ്ക് യു.